ഇവൾ ഒരു നടക്കി പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഏതെങ്കിലും കൊട്ടേഷൻകാരെ കൊണ്ട് ഇവളുടെ കൈയും കാലും ഒക്കെ തല്ലി ഒടിച്ചാലോ അമ്മേ? അതൊന്നും നമ്മുടെ രീതിയല്ലല്ലോ മോളെ. പിന്നെ എന്ത് ചെയ്യും അമ്മേ? ഇവളീ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണല്ലോ. ഇതൊരു തരം ബ്ലാക്ക് മെയിലിംഗോ? യാതൊരു സംശയമില്ല. എന്റെ മകൻ കാർത്തി സമാധാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതുകൊണ്ടാ ഈ കുഴപ്പമൊക്കെ. അല്ലെങ്കിൽ ഈ സാവിത്രി മിനിറ്റ് വെച്ച് ഇവളെ അടിച്ചു പുറത്താക്കിയേനെ. നാശം പിടിക്കാൻ. ഞാൻ ഇവളുടെ മനസ്സ് മാറ്റാൻ മറ്റൊരു വഴി ആലോചിക്കേ. എന്ത് വഴി അമ്മ? നമ്മുടെ കാരക്കാട്ട് മനക്കൽ സൂര്യനാരായണൻ തിരുമേനി ഒന്നാം തരം ജ്യോതിഷ പണ്ഡിതം കൂടിയ ഈ വിവരം നമുക്ക് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു നോക്കാം. എന്തെങ്കിലും പ്രതിവിധി അദ്ദേഹം പറയാതിരിക്കില്ല. മന്ത്രം കൊണ്ട് മാറുന്നതാണോ അമ്മ ഇതൊക്കെ? അന്ധവിശ്വാസമാണെന്ന് കരുതണ്ട മോളെ. ഇതിൽ എന്തെങ്കിലുമൊക്കെ സത്യമില്ലാതിരിക്കും. എന്തായാലും അമ്മ ആ തിരുമേനി ഒന്ന് വിളിക്ക്. എന്ത് മാർഗം സ്വീകരിച്ചായാലും ഇതിനൊരു പരിഹാരം വേണമല്ലോ. ഹലോ, ചെമ്പകമംഗലത്ത് നിന്ന് രാജലക്ഷ്മിയെ തിരുമേനി. ആ രാജലക്ഷ്മി അമ്മയോ? എന്തൊക്കെയാ വിശേഷം? ഒത്തിരി നാളായല്ലോ കണ്ടിട്ടും വിളിച്ചിട്ടും ഒക്കെ. കൈമൾ സാറിന് എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു തിരുമേനി. അത് ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ തിരുമേനിയെ വിളിച്ചത്. ആ പറയൂ രാജലക്ഷ്മി അമ്മേ. എന്റെ കൊച്ചുമകൻ ACP കാർത്തികിന്റെ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ തിരുമേനി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ചിലതൊക്കെ കേട്ടു. കേട്ടതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഞാൻ വിശദീകരിച്ച് പറയാൻ തിരുമേനി. ഇതിന് തിരുമേനിയുടെ കയ്യില് എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് അറിയാനാ വിളിച്ചത്. അവളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം. നമ്മുടെ കരിമ്പനക്കാട് ദേവീക്ഷേത്രം ഇല്ലേ, എന്തെങ്കിലും തന്ത്രം പറഞ്ഞ് നാളെ അവളെ അവിടെ കൊണ്ടുവന്ന് തൊഴിക്കാമോ? പിന്നെന്താ, കൊണ്ടുവരാലോ. അവിടുത്തെ ശാന്തി സീതാറാം നമ്പൂതിരിയാ, എന്നൊരു ബന്ധുവാ. ആ, ഓ, അവിടെ ഒരു പ്രത്യേക പൂജ ചെയ്യാൻ ഞാൻ അദ്ദേഹത്തോട് പറയാം. ആ